ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ക്രിസ്മസൊക്കെ അല്ലേ വരണേ. അപ്പോൾ നമുക്ക് വീട്ടിലൊരു പ്ലം കേക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പ്ലം കേക്കിന് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തത് ഞാൻ കഴിഞ്ഞ കൊല്ലം മുന്തിരി വൈൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്തിരി വൈൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിൽ സോക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ 2 കപ്പ് മൈദ എടുക്കുക. അതുപോലെ തന്നെ 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണ് ഗ്രാമ്പു, ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ എന്നിട്ട് അത് സോക്ക് ചെയ്ത് വെച്ചതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് ഒരു കപ്പ് 1.5 കപ്പ് ഉണ്ട് അത് അരിച്ച്, അതായത് അതിൽ വൈൻ ചാറുണ്ടാവും, ആ ചാറ് നീക്കി വയ്ക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സിൽ കുറച്ച് നമ്മുടെ അരിച്ച് വെച്ച മൈദയില്ല അത് അതിലേക്ക് ഇടാം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ അത് അടിയിൽ പോയി കിടക്കും മൈദ മിക്സ് ചെയ്തില്ലെങ്കിൽ. പിന്നെ 1.5 കപ്പ് പഞ്ചസാര പൊടിക്കാനെടുക്കുക. അതിലേക്ക് ചെറിയ കഷ്ണം 2-3 ചെറിയ കഷ്ണം പട്ട, അതുപോലെ ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ ചുക്ക് പൊടിച്ചതും കൂടി മിക്സ് ചെയ്ത് നന്നായി പൊടിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 3 മുട്ട എടുക്കുക കേട്ടോ. 3 മുട്ട എടുക്കുക, ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുക്കായിരിക്കും കേട്ടോ, തണുവൊക്കെ പോയത്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് വാനില എസൻസ് എടുക്കുക കേട്ടോ. കാരണം ഇതിൽ നല്ല ഡാർക്കായി, കാരണം 1.5 മതി. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയില്ലേ അത് പൊടിച്ചിട്ട് 1.5 എടുത്തിട്ടുണ്ടെങ്കിൽ 2 കപ്പിൻ്റെ അടുത്ത് വരും. എന്നിട്ട് അത് നന്നായി കുറേശ്ശെ മിക്സ് ചെയ്യുക. അതുപോലെ 30 ഗ്രാം കാരമൽ സിറപ്പ്. അപ്പോൾ ഈ കാരമൽ സിറപ്പ് ആകുമ്പോൾ നല്ല കളർ കിട്ടുന്നുണ്ടാവും. അതുകൊണ്ടാണ് മൈദ എടുക്കുന്ന അളവിൽ തന്നെ പഞ്ചസാര എടുക്കണം എന്ന് പറയുന്നത് കേട്ടോ. കാരണം ഈ കാരമൽ സിറപ്പിന് കളറ് കിട്ടുള്ളൂ, മധുരം ഉണ്ടാവില്ല. പിന്നെ അതിലേക്ക് 1/2 കപ്പ് ഓയിൽ, എന്നിട്ട് മെല്ലെ മിക്സ് ചെയ്യുക കേട്ടോ. അതൊക്കെ ശേഷം നമ്മൾ കുറേശ്ശെ പൊടിയിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ സമയം നമ്മൾ ഓവനാണ് അതല്ലെങ്കിൽ അലുമിനിയം പാത്രമാണ് വയ്ക്കുന്നതെങ്കിൽ അതൊക്കെ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഓവനിലാണ്, അപ്പോൾ ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ മൈദയൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു 2 ടേബിൾ സ്പൂണ് നമ്മുടെ മുന്തിരി വൈൻ അവിടെ നമ്മൾ സോക്ക് ചെയ്തില്ല അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അതിൽ മിക്സ് ആക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മറ്റേ ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ മൈദയിൽ മിക്സ് ആക്കി വെച്ചില്ല അത് അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായി ഇങ്ങനെ ചടപ്പെടാന്നൊന്നും ഇളക്കാതിരിക്കും കേട്ടോ, ഒരു സോഫ്റ്റായിട്ട് ഇളക്കുക. ഇത് മിക്സ്ഡ് ജാമാട്ടോ. ഈ മിക്സ്ഡ് ജാം ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതും ഒരു 1.25 ടീസ്പൂൺ എടുക്കുക കേട്ടോ, തണവ് ഉള്ളത് എടുക്കുമായിരിക്കും. അതും കൂടിയിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് എടുക്കുക. അങ്ങനെ നമ്മുടെ ബാറ്ററി ഈ ലെവലാണ് വരിക. എന്നിട്ട് നമ്മളെന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓവനിലാണെങ്കിൽ ഓവനിൽ അലുമിനിയം പാത്രത്തിലാണ് വയ്ക്കുന്നുണ്ടെങ്കിൽ സ്റ്റൗമ്മ അങ്ങനെയാണ് വയ്ക്കുന്നത് അങ്ങനെ ചെയ്യുക കേട്ടോ. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിൽ മൈദ മിക്സ് ചെയ്യണമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കി വെക്കുമ്പോഴേ മൈദ മിക്സ് ചെയ്തിൽ എല്ലാതും പോയിട്ട് ഒരു സ്ഥലത്ത് അടിഞ്ഞുകൂടും. ഇതാകുമ്പോൾ എല്ലായിടത്തും അവിടെ ഇവിടേക്ക് ആയിട്ട് കിടക്കണ്ട. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ബദാമ, അണ്ടിപ്പരിപ്പ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അലങ്കാരത്തിന് വേണ്ടിയിട്ട് ചെയ്യാട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ബദാമ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ടാണ് മുകളിൽ ഇട്ടേട്ടാ. എന്നിട്ട് അത് ബേക്ക് ചെയ്യാൻ വെച്ചു. അപ്പോൾ എനിക്ക് 1 മണിക്കൂർ ഇത് ബേക്ക് ചെയ്യാൻ വന്നു. അപ്പോൾ ഞാൻ 160 ഡിഗ്രിയിലാണ് അടിപൊളിയായിട്ടുള്ള പ്ലം കേക്ക് കിട്ടിയിട്ടാ. അപ്പം നമ്മൾ അരിച്ച് വെച്ചില്ലേ, അതായത് കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് ചൂടാറിയതിൻ്റെ ശേഷം നമ്മളതിൻ്റെ മുകളിൽ മുന്തിരി വൈൻ ബ്രഷ് ചെയ്യാട്ടാ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി അന്ന് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് പിറ്റേ ദിവസം ആകുമ്പോഴാണ് നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.